നമസ്കാരം. ശബരിമല വിമാനത്താവളം നല്ല കാര്യമാണ്. അയ്യപ്പന്മാർക്ക് നല്ലതാണ്, നാട്ടുകാർക്ക് നല്ലതാണ്, കോട്ടയം പത്തനംതിട്ട ജില്ലയിലുള്ള പ്രവാസികൾക്കും വളരെ നല്ല കാര്യമാണ്, നിഷേധിക്കുന്നില്ല. ഇതുകൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കട്ടപ്പന അല്ലെങ്കിൽ ഇടുക്കി ആ മേഖലയിൽ നിന്നുള്ള അവരുടെ മലചരക്ക് ഉൽപ്പന്നങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സ്വപ്നം കാണാൻ പറ്റുന്നൊരു സംഭവം ആണ്. പക്ഷേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല എന്ന് ജനഗണമന ഒരിക്കൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് വേറെ ഇടപാടാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ശരിയാവുന്നത്. ഇപ്പം നമുക്ക് വേറെ ഇടപാടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ സംഭവം നടക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി പോലെ ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി കുറേ ആശാന്മാർ നോക്കി, പക്ഷെ നടന്നില്ല. അതാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിൽ നടക്കാൻ പോകുന്ന വിമാനത്താവളം എന്ന് പറയുന്ന സാധനം നടക്കത്തില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ശബരിമല എന്ന് പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു ഹെറിറ്റേജ് ആകുമല്ലോ. പക്ഷെ അത് നടക്കുകയില്ല, ഈ പരിപാടി നടക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിയമപരമായ നമുക്കറിയാവുന്ന ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ നടക്കുന്ന സിവിൽ കേസ് നമുക്കറിയാം. അങ്ങനെ ഒരു സിവിൽ കേസ് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഈ നൂറ്റാണ്ടിൽ നിന്നും ഇപ്പം ഞാനിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് മരിച്ചാലും അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞ് മരിച്ചാലും ഈ സംഭവം നടക്കാൻ പോകുന്നില്ല. ഇത് കൃത്യമായ കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പുതിയ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ നേരിട്ട് പോകുന്നു. അപ്പോൾ കാണാം, കൊടുമണ്ണം എന്നൊരു സ്ഥലത്ത് വിമാനത്താവളം വരണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രേരക ശക്തികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എരുമേലി വിമാനത്താവളം വേണ്ട, കൊടുമണ്ണിൽ വിമാനത്താവളം വേണം. ആദ്യം ലാഹയായിരുന്നു. പിന്നീട് എരുമേലിക്കടുത്ത് തന്നെ മുക്കുടറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ പ്രപ്പോസൽ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നു. ഇത് ഞാൻ തട്ടിക്കളിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില അജണ്ടകൾ, അതിൻ്റെ അകത്ത് ചില മാധ്യമ അജണ്ടകളുമുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പത്രം ഇതിനു പേരിൽ ഒത്തിരി കളി കളിച്ചു. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് പറയാം. വിമാനത്താവളത്തിൻ്റെ ആ പത്രം എന്നോട് പറഞ്ഞത് വിമാനത്താവളത്തിൻ്റെ ലേഖകനായിട്ട് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു നടക്കാത്തൊരു കാര്യത്തെപ്പറ്റി എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒരു ചെറിയ കാലുഷ്യമുണ്ടായി. ആ കാലുഷ്യം പിന്നീട് വളരെയധികം തിരക്കഥകൾക്ക് കാരണമാവുകയും ചെയ്തു. അത് പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം. എന്തായാലും ഇപ്പോൾ കൊടുമണ്ണിൽ നടന്ന ഒരു സംഭവം ഏഷ്യാനെറ്റിൽ കടമെടുക്കുകയാണ്. ഏഷ്യാനെറ്റുകാർ ദയവ് ചെയ്ത് മറ്റൊന്നും വിചാരിക്കില്ല, അവിടുത്തെ ഒരു വീഡിയോ ഇതോടൊപ്പം നമ്മൾ ചേർക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശബരിമല വിമാനത്താവളം കൊടുമണ്ണിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി. ആ റിപ്പോർട്ട്: ചെറുവള്ളിയിലെ വിമാനത്താവള പദ്ധതി സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് പോയത് ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊടുമണ്ണിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന് 1200 ഹെക്ടറിലധികം സ്ഥലമുണ്ട്. റബ്ബർ വിലയിടിവ് കോർപ്പറേഷനെ നഷ്ടത്തിലാക്കി. ഈ സാഹചര്യത്തിൽ ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കാതെ സാമ്പത്തിക ബാധ്യതയില്ലാതെ സർക്കാരിന് കൊടുമണ്ണിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനാകും. ഒരു പൈസ പോലും സംസ്ഥാന സർക്കാരിന് പുറത്തു കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം നിലവിലുള്ള നമ്പർ 1. നമ്പർ 2, ഇവിടെ യാതൊരു പാരിസ്ഥിതിക പ്രശ്നമില്ല. നിങ്ങൾ കണ്ടില്ലേ, നല്ല സമതലമായ പ്രദേശമാണ്. ഒരു ഭൂമി ഇടിക്കുന്ന പ്രശ്നമോ ബഫർ സോണില്ല, വനം മേഖലയില്ല, അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും തന്നെയും. MC റോഡും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും ഈ പ്രദേശത്തോട് ചേർന്നാണ് കടന്നു പോകുന്നത്. വിദേശ മലയാളികൾ കൂടുതലുള്ള ജില്ലയിൽ സിയാൽ മോഡൽ പദ്ധതി നടപ്പാക്കാൻ പ്രവാസി സംഘടനകളും തയ്യാറാണ്. ഇവിടെ ഒരു എയർപോർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പ്രവാസികൾക്കോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ ഇത് വലിയൊരു ഉപകാരമായി തരും. ഒപ്പുശേഖരണവും ബഹുജന കൺവെൻഷനുമടക്കം കൊടുമണ്ണിലെ വിമാനത്താവളത്തിനായി സജീവമാവുകയാണ് ആക്ഷൻ കമ്മിറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.